അധ്യക്ഷൻ സഹായി രാജൻ, വേദിയിലുള്ള സദസ്യരായ പാർട്ടിയുടെ ഉന്നതരായ നേതാക്കളെ, സഹകൂടിയുടെ കുടുംബാംഗങ്ങളെ, സഹോദരന്മാരെ, സഹാക്കളെ, സഹകൂടി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 2 വർഷം പൂർത്തിയാവുകയാണ്. സഹാവ് MP ജയരാജൻ പറഞ്ഞതുപോലെ വളരെ വേഗമാണ് കാലം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സഹാവ് കോടിയേരി നമ്മുടെല്ലാം മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല. വളരെ വേഗം 2 വർഷമായിരിക്കുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രമുഖ നേതൃത്വത്തിൽ കേരളത്തെ പാർട്ടിയുടെ അമരക്കാരനായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് സഹാവിൻ്റെ അകാല നിര്യാണം ഉണ്ടായത്. എത്രയോ വർഷക്കാലം നമുക്കൊപ്പം ഈ കേരളത്തെ നയിക്കാൻ, പാർട്ടിയുടെ അമരക്കാരനായി പ്രവർത്തിക്കാൻ സാധിക്കേണ്ടിയിരുന്ന സഖാവ് കോടിയേരിയുടെ അകാല നിര്യാണം പാർട്ടിക്ക് നികത്താനാവാത്ത വിടവാണ് സൃഷ്ടിച്ചത്. സഖാവ് AKജിയുടെയും EMSൻ്റെയും എല്ലാം ചരമ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കൂട്ടായ നേതൃത്വമായി സഖാവ് കോടിയേരി നിർവഹിച്ച ചുമതലകൾ നിർവഹിച്ചു പോവുക എന്നുള്ളതാണ് പാർട്ടി അഭികാമ്യമായി ഈ വിടവ് നികത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. വളരെ ചെറുപ്പത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി അടുത്ത് ബന്ധപ്പെടാൻ ഇടവന്നത് എൻ്റെ വീട്ടിനടുത്ത് തന്നെയുള്ള ബീഡി കമ്പനിയിലെ സഖാക്കളുടെ ദൈനംദിന ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് സഖാവ് കോടിയേരി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ബന്ധത്തിൻ്റെ തുടർച്ചയിൽ നിന്നാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയതല്ല. ബീഡി തൊഴിലാളികളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഇടപെടലുകൾ കണ്ട് അതിൻ്റെ ഭാഗമായി പിന്നീട് SLC പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള കടന്നാക്രമങ്ങൾക്ക് വിധേയനായ സഖാവ് കോടിയേരി പിന്നീട് SFIയുടെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവായി വളർന്നു വരുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. 1975 അടിയന്തരാവസ്ഥയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തിൽ ഫലപ്രദമായി ഇടപെട്ടു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് സഖാവ് കോടിയേരിയെ ജയിലിലടച്ചത്. ചെറുപ്പം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംഘടനാ രംഗത്ത് തലശ്ശേരി പാർട്ടിയുടെ നേതൃനിരയിൽ അദ്ദേഹം പ്രവർത്തിച്ചു.
വളരെ എളുപ്പമായിരുന്നില്ല ആ കാലഘട്ടത്തിലെ സംഘടനാ പ്രവർത്തനം ഏറ്റെടുക്കുന്ന രീതി. നിങ്ങൾക്കറിയാം, പാർട്ടി സംഘടനാ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഒപ്പം വലിയ ഏറ്റുമുട്ടലുകളും പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള അഖിലേന്ത്യാ ഗൂഢാലോചനയും RSSന്റെ ഭാഗമായിട്ടുണ്ടായി. കണ്ണൂർ ജില്ല RSSന്റെ അഖിലേന്ത്യാ നേതൃത്വം ദത്തെടുത്തു. എന്തിനാണ് ദത്തെടുക്കുന്നത് എന്ന് പലപ്പോഴും ആലോചിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, കേരളത്തിൽ അവർക്ക് ഏറ്റവും തടസ്സം സൃഷ്ടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കേന്ദ്രമായ കണ്ണൂരിനെ തകർത്താനായാലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പ്രസ്ഥാനത്തെയും തകർത്താൻ കഴിയുമെന്നാണ് അവർ കണക്കുകൂട്ടിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2 കോടി രൂപ ആദ്യം തന്നെ നൽകി കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ RSSന്റെ അഖിലേന്ത്യാ നേതൃത്വം കണ്ണൂരിനെ ദത്തെടുത്തത്. തലശ്ശേരി താലൂക്കായിരുന്നു അന്ന് RSSന്റെ പ്രവർത്തന കേന്ദ്രം. ആ തലശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സഖാവ് കോടിയേരി ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ ശക്തിയായ കടന്നാക്രമണത്തിന് ഏത് നിമിഷവും വിധേയമാവുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പാർട്ടി സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തിയത്. അത് തലശ്ശേരിയിൽ നിന്ന് പിന്നീട് കണ്ണൂർ ജില്ലയിലുടനീളം വന്നു. പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും പാർട്ടി അനുഭാവികളെപ്പോലും കടന്നാക്രമിക്കുന്ന സ്ഥിതിയുണ്ടായി. നിങ്ങൾക്കറിയുന്നത് പോലെ എന്തെങ്കിലും വ്യക്തിപരമായ വിരോധത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നില്ല ആ കടന്നാക്രമണം. മുഖപരിചയം പോലുമില്ലാത്ത നിഷ്കളങ്കരായ വീടി തൊഴിലാളികൾ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വീട് തിരക്കാൻ വീടി കമ്പനിയിലെത്തി പണി നടത്തുന്നതിന് വേണ്ടിയുള്ള പശ്ചാത്തലമെല്ലാം ഒരുക്കിയിരിക്കുമ്പോഴാണ് ഒരു പ്രത്യേക തീയതിയിൽ തലശ്ശേരി താലൂക്കിൻ്റെ വിവിധ മേഖലയിൽ ദത്തെടുത്ത RSS പ്ലാൻ ചെയ്ത് ഭീതി വിതക്കുന്ന രീതിയിലുള്ള കടന്നാക്രമണത്തിന് നേതൃത്വം കൊടുത്തു. ഭീതി എന്ന് പറഞ്ഞാൽ കേവലമായ ഒരു ഭയപ്പാടല്ല, മനുഷ്യൻ്റെ ജീവിതം തന്നെ എടുക്കുന്ന കടന്നാക്രമണമാണ്. തടത്തിൽ ബാലൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ അവർ പ്ലാൻ ചെയ്ത് നടത്തിയ ബോംബാക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് മരിച്ചത്. ആ ബോംബാക്രമണത്തിന് നേതൃത്വം കൊടുത്ത RSSകാർക്ക് ഈ പറയുന്ന സഖാക്കളെ ഒന്നും അറിയുമായിരുന്നില്ല. നിശ്ചിത സമയത്ത് ബോംബാക്രമണം നടത്തുന്നു, അവർ രക്ഷപ്പെട്ടു പോകുന്നു. അതിനിടയിൽ പാട്യത്തിനടുത്തൊരു വെടിക്കമ്പനിക്ക് ബോംബെറിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ഒരു RSSകാരൻ ചാലിൽ വീണ് അവിടെ തന്നെ രക്തം വാർന്ന് മരിക്കുന്ന അവസ്ഥ ഉണ്ടായത്. അത് അന്വേഷിച്ച് വന്ന പോലീസുകാർ അതിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം കണ്ണൂർ ജില്ലക്കാരനല്ല എന്ന് മനസ്സിലായത്. കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. അവിടെ നിന്ന് RSSന്റെ യൂണിഫോമോടുകൂടി ഇവിടെ കണ്ണൂരിലെ തലശ്ശേരിയെ ആക്രമിക്കാൻ വന്നപ്പോഴാണ് മരിച്ചുപോയത്. എത്ര ക്രൂരമായ സംഭവങ്ങളായിരുന്നു. നിരവധി ബീഡി കമ്പനികളിൽ ബോംബെറിഞ്ഞു, നിരവധി സഖാക്കൾക്ക് പരിക്ക് പറ്റി. തടത്തിൽ ബാലൻ ഉൾപ്പെടെയുള്ള 2 സഖാക്കൾ മരിച്ചു. ഇതെല്ലാം നേരിടുന്നതിന് പാർട്ടിയെ പ്രാപ്തമാക്കി ഏറ്റവും പ്രധാനപ്പെട്ട ആ മേഖലയിലെ നേതൃത്വം എന്ന് പറയുന്നത് സഖാവ് കോടിയേരിയായിരുന്നു എന്ന് നമ്മൾ പറയും. കോടിയേരി ഏറ്റവും നന്നായി ഗൃഹപാഠം നടത്തി ജനങ്ങളുടെ മുമ്പിൽ വസ്തുതാപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പ്രാസംഗികനായി, പ്രഭാഷകനായി, നല്ലൊരു അധ്യാപകനായിരുന്നു. ഏറ്റവും ശക്തനായ കരുത്തനായ ഒരു പ്രക്ഷോഭകാരിയായിരുന്നു, പടയാളിയായിരുന്നു.
ഏത് പ്രതികൂല പശ്ചാത്തലത്തെയും അഭിമുഖീകരിക്കാൻ ഉൾക്കരുത്ത് നേടിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രവും അതിൻ്റെ ദർശനവും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് നേതാവും ദാർശനികനുമായി ആ സഖാവ് സംഘടനാ രംഗത്ത് ഭാവനാപൂർവമായ നിരവധിയായ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. ഒപ്പം തന്നെ കേരള നിയമസഭയിൽ ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിൽ മർമ്മം നോക്കി കടന്നാക്രമിക്കാൻ ശേഷിയുള്ള പ്രതിപക്ഷ ഉപനേതാവ് എന്ന നിലയിൽ എല്ലാം പ്രവർത്തിച്ച പാരമ്പര്യം സഖാവ് കോടിയേരി മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത സഖാവ് കോടിയേരി ജയിൽ വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള നിരവധി പരിഷ്കാരങ്ങൾ വരുത്തിയ കോടിയേരി അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് കോടിയേരി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിൽ അനുഭവങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ് ജയിൽ പരിഷ്കരണം നടത്താൻ സഖാവ് കോടിയേരി മുൻകൈയെടുത്തത്. എങ്ങനെയാണ് പോലീസിനെ ജനകീയമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു ജനസൗഹൃദം രൂപപ്പെടുത്തുക എന്നുള്ളതിന് ഭാവനാപൂർവമായ ഒരു കാഴ്ചപ്പാട് കേരള പോലീസിൽ വരുത്തി. അതാണ് ജനമൈത്രി പോലീസ്. കോടിയേരിയുടെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം അതായിരുന്നു ജനമൈത്രി പോലീസ്. NCCയും ACCയും എല്ലാം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നടത്താൻ സാധിക്കുന്ന രീതിയിൽ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന സ്റ്റുഡൻസ് പോലീസിന്റെ ഒരു പുതിയ ടീം മിക്കവാറും കേരളത്തിലെ ഹൈസ്കൂളുകളിൽ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ രൂപപ്പെടുത്താൻ നമുക്ക് സാധിച്ചത് സഖാവ് കോടിയേരിയുടെ ഭാവനാപൂർവമായ പോലീസ് ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. കോടിയേരിയുടെ ഭരണകാലം ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള നൂതനമായ മാർഗങ്ങളും നിലപാടുകളും സ്വീകരിച്ചുകൊണ്ട് സഖാവ് കോടിയേരി ഒരു പുതിയ മാർഗം ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറ്റിത്തുറന്നു. ടൂറിസം കൈകാര്യം ചെയ്യാൻ സാധിച്ചത് സഖാവ് കോടിയേരിക്ക് ടൂറിസം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കേരളത്തെ ലോകത്തിന്റെ മുമ്പിൽ തന്നെ ഉയർത്തി കാണിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വളരെ ഗൗരവതരമായ ഇടപെടൽ ടൂറിസം മേഖലയിൽ നടത്താൻ സാധിച്ച ഒരു മന്ത്രിയായിരുന്നു സഖാവ് കോടിയേരി. അമേരിക്കയിലെ ടൈം മാഗസീൻ ഇപ്പം ഏറ്റവും അവസാനമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടിൽ ലോകത്ത് കണ്ടിരിക്കേണ്ടുന്ന 52 സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് വിശദീകരിച്ചത്. ആ 52 സ്ഥലങ്ങളിൽ ഒന്നും ഈ കേരളമാണ് എന്നാണ് അവർ കൃത്യതയോടുകൂടി വിശകലനം നടത്തി എഴുതിയത്. ഈ ഒരു തലത്തിലേക്ക് കേരളത്തെ ഉയർത്തിയത് സഖാവ് കോടിയേരി ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സന്ദർഭം മുതലാണ്. വളരെ ഫലപ്രദമായ ഇടപെടലായിരുന്നു അദ്ദേഹം നടത്തിയത്. ടൂറിസത്തിന് അനന്ത സാധ്യതകൾ മലബാറിലേക്ക്, തലശ്ശേരി, അതുപോലെ തന്നെ എടക്കാട് ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി വളരെയേറെ ഫലപ്രദമായ പ്രൊജക്റ്റുകളും നിലപാടുകളും സ്വീകരിച്ചു. സത്യം പറഞ്ഞാൽ വൻകിട വ്യവസായ സംവിധാനങ്ങൾക്കൊന്നും അധികം സാധ്യതയില്ലാതെ കേരളത്തിൽ ടൂറിസം ഒരു വ്യവസായ ശൃംഖലയാണ് തീർക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. മന്ത്രിയായിരുന്ന ഘട്ടത്തിലും MLA ആയിരുന്ന ഘട്ടത്തിലും പ്രതിപക്ഷ ഉപനേതാവായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലുമെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് സഭയിൽ ഉന്നയിക്കാൻ, അതിന് പരിഹാരം കാണാനും മന്ത്രിയായിരുന്നപ്പോൾ അത്തരത്തിൽ ഓരോന്നും മനസ്സിൽ വെച്ച് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താനും ഒക്കെ സാധിച്ച ഏറ്റവും പ്രമുഖനായ
കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. നിങ്ങൾക്കറിയാം, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി നമ്മളെല്ലാം വളരെ ആകാംക്ഷയോടുകൂടിയായിരുന്നു ഒരു ഘട്ടത്തെ അഭിമുഖീകരിച്ചത്. പാർട്ടിക്കെതിരായിട്ട് വലിയ കടന്നാക്രമണം, ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പാർട്ടി നിൽക്കുകയാണ്. പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും മാധ്യമ ശൃംഖലകളുടെയും എല്ലാം കടന്നാക്രമത്തിന്റെ ഒപ്പം ശാരീരികമായി പാർട്ടി കേഡർമാരെയും നേതാക്കളെയും നശിപ്പിക്കാൻ വലിയ രീതിയിലുള്ള ഇടപെടൽ വന്ന ഘട്ടം. ആ ഘട്ടത്തിൽ നടന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം, തൃശ്ശൂർ സമ്മേളനം, അതിൻ്റെ പൊതുസമ്മേളനത്തിൻ്റെ വേദിയിൽ സഖാവ് കോടിയേരി അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത്യപൂർവമായ ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം ഞങ്ങൾക്കെതിരായി കടന്നാക്രമണം നടത്തി ഞങ്ങളുടെ സഖാക്കളെ കൊലപ്പെടുത്തുന്ന ഈ സാഹചര്യത്തെ അവസാനിപ്പിക്കാനാവണം. ആയുധം കയ്യിലെടുത്തവർ ആയുധം താഴെ വെക്കണം. ഞങ്ങളിനി പാർട്ടി കേഡർമാർക്കും പാർട്ടി സഖാക്കൾക്കും എതിരായിട്ട് വരുന്ന കടന്നാക്രമത്തെ അതേ രീതിയിൽ കൊലപാതക ശൃംഖല സൃഷ്ടിച്ച് പകരം വീട്ടാനല്ല ഉദ്ദേശിക്കുന്നത് എന്ന് സഖാവ് കോടിയേരിയുടെ പ്രസംഗത്തിൻ്റെ പ്രത്യേക ഒരു ഘട്ടത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഞങ്ങളിതിനെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കും. ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കും എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും അതുവഴി സമൂഹത്തിനും സാധിച്ചു എന്നുള്ളതാണ്. പിന്നീട് രാഷ്ട്രീയ കൊലപാതകങ്ങളും സംഘർഷങ്ങളും വലിയ രീതിയിൽ കുറവുണ്ടായി. അങ്ങിങ്ങായിട്ട് എവിടെയും ഇല്ല എന്നല്ല, പക്ഷേ വലിയ രീതിയിൽ കുറവുണ്ടാവുന്ന സാഹചര്യവും പാർട്ടിക്ക് ആ പ്രഖ്യാപനം നടത്തിയപ്പോൾ പലർക്കും സംശയമുണ്ടായിരുന്നു, എന്തായിരിക്കും ഭാവി. പാർട്ടി കേഡർമാരെ കൊന്നൊടുക്കുമ്പോൾ അതിന് തക്കതായ മറുപടി ഞങ്ങൾ നൽകില്ല എന്ന് പറഞ്ഞാൽ പാർട്ടി കേഡർമാരെ പിന്നീട് ഓരോരുത്തരെയും കൊന്നൊടുക്കുകയല്ലേ ചെയ്യുക എന്ന ചിന്താഗതി ഉണ്ടായിരുന്നു. അനുഭവങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി, അക്രമത്തിന് പകരം അക്രമം എന്ന നില മാറ്റി അക്രമത്തെ ജനകീയമായ പ്രതിരോധത്തോടെ ചെറുത്ത് പാർട്ടിക്ക് മുന്നോട്ടേക്ക് പോകാനാവുമെന്ന് കൃത്യതയായിട്ട് നമുക്ക് ഇപ്പോഴും ബോധ്യമായി. സഖാവ് കോടിയേരി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിച്ചു മുന്നോട്ടേക്ക് പോകുമ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ബൂർഷ്വാ താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി കോടിയേരിയെയും കോടിയേരിയുടെ കുടുംബത്തെയും കടന്നാക്രമിക്കുന്ന എത്രയോ സംഭവ പരമ്പരകളുണ്ടായി. അതിനെല്ലാം കൂസാതെ കേരളത്തിൻ്റെ ചരിത്രം കൃത്യമായിട്ട് അയവിറക്കിക്കൊണ്ട് പാർട്ടിക്കെതിരായും ഗവൺമെന്റിനെതിരായിട്ടും വരുന്ന കടന്നാക്രമങ്ങൾ എങ്ങനെയാണ് ജനകീയമായി പ്രതിരോധിക്കേണ്ടത് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൃത്യതയുള്ള നിലപാടുകൾ സ്വീകരിച്ച് പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കുകയും കൽത്തുറുങ്കിലായാലും ഒളിവിലായാലും തെളിവിലായാലും പാർട്ടി സഖാക്കളോട് പാർട്ടി കുടുംബാംഗങ്ങളോട് സൗഹൃദപൂർണമായ നിലപാടുകൾ സ്വീകരിച്ച് സൗഹൃദം നിലനിർത്തിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ നടന്നു നീങ്ങുന്ന സഖാവ് കോടിയേരിയെ ബന്ധപ്പെട്ട ആർക്കും തന്നെ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളാണ് സമ്മാനിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. എത്ര കടുത്ത രീതിയിലുള്ള വിമർശനവും വളരെ ഫലപ്രദമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്കറിയാം, സഖാവ് കോടിയേരിയുടെ ടച്ച്, ഒരു കോടിയേരി ടച്ച് ഉണ്ടായിരുന്നു. അതെല്ലാം അവതരിപ്പിക്കുന്ന രീതി നമ്മളൊന്നും വിചാരിച്ചാൽ ആ ഒരു തലത്തിലേക്ക് പോകാൻ സാധിക്കുന്നതല്ല എന്ന് എനിക്കെല്ലാം നല്ല ധാരണയും.
ഏതായാലും സഖാവ് കോടിയേരി നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. സഖാവ് കോടിയേരി വിട്ടുപിരിഞ്ഞതിന് ശേഷമുള്ള കാലത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയുന്നത് പോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു തുടർ ഗവൺമെൻറ് വന്ന ഘട്ടത്തിലാണ് സഖാവ് കോടിയേരി നമ്മെ വിട്ടുപിരിയുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി രണ്ടാമത്തെ ടേം LDF ഗവൺമെൻറ് വന്നു. ആ രണ്ടാമത്തെ ടേം ഗവൺമെൻറ് വന്നപ്പോൾ 1957 VMSന്റെ ഗവൺമെൻറ് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് പാർലമെന്ററി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വന്നതുപോലെ ലോകത്തെമ്പാടുമുള്ള പിന്തിരിപ്പന്മാർ, ലോകത്തെമ്പാടുമുള്ള സാമ്രാജ്യത്വ ശക്തികൾ, പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെ അന്ന് വിമോചന സമരത്തിന് പണം നൽകി ആ ഗവൺമെൻറ്റിനെ അസ്ഥിരീകരിക്കാൻ അന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ, വിമോചന സമരം ഉൾപ്പെടെയുള്ള കാര്യം നമുക്കറിയാം. ഏതാണ്ട് അതിന് തുല്യമായ നിലയിൽ കേരളത്തിൽ രണ്ടാമത് LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന നിമിഷം മുതൽ ആരംഭിച്ച മാധ്യമ കടന്നാക്രമം, ബൂർഷ്വാ കടന്നാക്രമം, എല്ലാ അർത്ഥത്തിലും കേന്ദ്ര ഗവൺമെൻറ് ഒരിഞ്ച് മുന്നോട്ടേക്ക് പോകാൻ കേരളത്തെ അനുവദിക്കില്ല എന്ന ഉപരോധം, സാമ്പത്തിക ഉപരോധം ഇന്നിപ്പോഴും വീണ്ടും കേന്ദ്ര ഗവൺമെൻറ് വിവിധ മേഖലയിലുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രകൃതിക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് ഫണ്ട് അനുവദിച്ചപ്പോൾ ആ ഫണ്ട് അനുവദിക്കുന്നതിൽ ആദ്യം പരിഗണിക്കേണ്ടിയിരിക്കുന്ന കേരളത്തെ, വയനാട് ദുരന്തത്തെ, ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ വന്ന് ദുരന്തഭൂമിയിൽ വന്ന് അവിടെയുണ്ടായിരുന്ന ആശുപത്രിയിലുണ്ടായിരുന്നവരെ പോലും ആശ്വസിപ്പിച്ച് ആ സംഭവങ്ങൾ മുഴുവൻ നടന്ന കേന്ദ്രങ്ങൾ ഹെലികോപ്റ്ററിൽ കണ്ട് ആവശ്യമായ രീതിയിലുള്ള മെമ്മോറാണ്ടം നൽകുക, ഞാനത് പരിഗണിക്കാം എന്ന് പറഞ്ഞ് മെമ്മോറാണ്ടം നൽകി. മുഖ്യമന്ത്രി പോയി നേരിട്ട് കണ്ട് സംസാരിച്ചു. വാക്കിൽ പറയുന്നത് എല്ലാ സഹായവും നൽകുമെന്നാണ്. അതിനുശേഷം 2 ഘട്ടങ്ങളിലായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് അവർ സഹായം നൽകി കഴിഞ്ഞപ്പോഴും കേരളത്തിന് വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായി ചൂരൽമല ഉൾപ്പെടെയുള്ള മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പുനരധിവാസവും അതിൻ്റെ മറ്റു സൗകര്യങ്ങളും നൽകാൻ ഒരു നയാ പൈസയും അനുവദിച്ചില്ല എന്നത് അതിതേവരെ ഒരു സാവകാശം കൊണ്ട് തരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിൽ ആ പണം നൽകാതിരിക്കുന്നു എന്നുള്ള ഏറ്റവും ഗൗരവതരമായ പ്രശ്നത്തിൻ്റെ പിന്നിൽ ഞങ്ങൾ വേറെ ഒന്നും ആരോപിക്കുന്നില്ല. അതിൻ്റെ എല്ലാം പിന്നിലുള്ളത് രാഷ്ട്രീയമാണ് എന്ന കാര്യം തിരിച്ചറിയാൻ കേരളീയർക്ക് സാധിക്കണം. കേരളത്തെ അപമാനിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബാധ്യത അവർ നിർവഹിക്കുന്നില്ല. ഇവിടെ അതിനുവേണ്ടി എന്തെങ്കിലും രീതിയിൽ പറയാൻ തയ്യാറില്ല എന്ന് മാത്രമല്ല, ഇവിടെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്തോ കേരള ഗവൺമെൻറ് അമിതമായിട്ട് ആനുകൂല്യം കിട്ടാൻ വേണ്ടി പ്രധാനപ്പെട്ട ചില രേഖകളിൽ കൃത്രിമമായ രൂപം സൃഷ്ടിച്ച് അതിനുവേണ്ടി വാദിച്ചു എന്നുള്ള കാര്യങ്ങളാണ് മാധ്യമങ്ങൾ പലതും പറഞ്ഞത്. ചില മാധ്യമങ്ങൾ പിന്നീട് അത് വസ്തുതകൾ മനസ്സിലാക്കിയപ്പോൾ തിരുത്തി. എന്നാൽ ചില മാധ്യമങ്ങൾ തിരുത്താനേ തയ്യാറില്ല. താൻ പറഞ്ഞ അസത്യം, കളവ് അതേപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സിൽ നിൽക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ, ദുഷ്ടലാക്കോടുകൂടി തന്നെ ആ വാർത്ത പ്രചരിപ്പിച്ചു. ആ വാർത്ത തെറ്റായിരുന്നു എന്ന് ഗവൺമെൻറ് പത്രക്കുറിപ്പിറക്കി പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് പ്രതികരിച്ചിട്ടും അത് തിരുത്താൻ തയ്യാറില്ലാത്ത ചില മാധ്യമങ്ങളുണ്ട്, തിരുത്തിയ മാധ്യമങ്ങളുമുണ്ട്. ഇത് രണ്ടും നമ്മൾ കണ്ടതാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി, അതിൻ്റെ ഗവൺമെൻറ്റിനെതിരായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനെതിരായി വലിയ കടന്നാക്രമമാണ് കേരളത്തിൽ കഴിഞ്ഞ 2-3 വർഷക്കാലമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പേയുള്ളത് തന്നെ അതിപ്പോഴും കൂടുതൽ ശക്തിയായി തുടർന്നു വരികയാണ്. തെറ്റായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് തെറ്റാണെന്ന് അറിഞ്ഞാൽ പോലും അത് തിരുത്താതിരിക്കുക. ഗീബൽസൺ സിദ്ധാന്തത്തെ പോലെ 1000 ആവർത്തിച്ച് കളവ് പറഞ്ഞാൽ ആ കളവിൽ ചിലതെല്ലാം ശരിയാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും. ആ ഒരു തെറ്റിദ്ധാരണ കിടക്കട്ടെ എന്ന ധാരണയിലാണ് കേരളത്തിലെ മാധ്യമ ശൃംഖലയിൽ ഒരു വലിയ വിഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
ആ കാര്യങ്ങൾ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴും കൂടുതൽ സജീവമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് PV അൻവർ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ ഈ ബൂർഷ്വാ പ്രതിപക്ഷത്തിൻ്റെയും അതുപോലെ മാധ്യമങ്ങളുടെയും കയ്യിലെ കോടാലിയായി പാർട്ടിക്കെതിരായി അതിശക്തിയായ രീതിയിലുള്ള കടന്നാക്രമം, മുഖ്യമന്ത്രിക്കെതിരായി ഭരണ സംവിധാനത്തിനെതിരായി കടന്നാക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് സഖാവ് കോടിയേരിയെ നമ്മൾ സ്മരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ശരിയായ രീതിയിൽ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെ, അത് അൻവറായാലും ആരായാലും, അതിനെപ്പറ്റിയെല്ലാം ഫലപ്രദമായിട്ട് പരിശോധിക്കാൻ ഗവൺമെൻറ് DGP തന്നെ ഉൾക്കൊള്ളുന്ന നേതൃത്വ വിഭാഗം സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു. ഒരു മാസം കൊണ്ട് റിപ്പോർട്ട് ലഭിച്ചാൽ അതുമായി ബന്ധപ്പെട്ട ADGP ഉൾപ്പെടെയുള്ള അജിത് കുമാറായിട്ട് കൂടി ബന്ധമുള്ള എല്ലാ പ്രശ്നങ്ങളും അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ്റും പാർട്ടിയും തീരുമാനിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കി വരികയാണ്. ആ സന്ദർഭത്തിലാണ് ഞാൻ പാർട്ടിയുടെ മുന്നിൽ, അതിനു മുമ്പ് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനിനി സംസാരിക്കില്ല എന്ന് പറഞ്ഞ തൊട്ടടുത്ത ദിവസം മുതൽ വീണ്ടും അതിശക്തിയായ കടന്നാക്രമം, ഞാൻ ഇടതുപക്ഷത്തുമല്ല വലതുപക്ഷത്തുമല്ല നടുക്കാണിരിക്കുക എന്ന ഇടതുപക്ഷത്തിൽ നിന്ന് വിട്ടുപോകുന്ന സമീപനം, പാർലമെൻ്ററി പാർട്ടി യോഗത്തിലേക്ക് ഞാൻ പങ്കെടുക്കാൻ പോകുന്നില്ല എന്ന ഏകപക്ഷീയമായ പ്രചരണം, ഇത് രണ്ടും വന്നപ്പോഴാണ് പാർട്ടി ആലോചിച്ച് അൻവറുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കാൻ തീരുമാനിച്ചു. അൻവർ അതിനുശേഷം പൊതുയോഗം നടത്തി. ആ പൊതുയോഗം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാതിൻ്റെ പിന്നിൽ. രണ്ട് പ്രബലമായ വിഭാഗമാണ് അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ജനവിഭാഗം എന്ന് പറയുന്നത്. ഒന്ന് SDPI ആണ്, മലപ്പുറത്ത് അതിന് ക്ഷാമമില്ലല്ലോ. മറ്റൊന്ന് ജമാഅത്ത് ഇസ്ലാമിയാണ്, അതിൻ്റെ ഒപ്പം ലീഗ്, കോൺഗ്രസ്. അതിൻ്റെ വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമേ, 10-30 ആളുകൾ മാത്രമാണ് പാർട്ടിയായിട്ട് ബന്ധപ്പെടുന്ന ആളുകളുണ്ടായത്. 2000-ലധികം ആളെ കാണിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് വമ്പിച്ച ഒഴുക്കാണ് എന്ന് പറയാനാണ് അവർ ആദ്യം ശ്രമിച്ചതെങ്കിലും ഓരോരുത്തരുടെയും കയ്യിലേക്ക് കൊണ്ടുപോയി കയ്യിൽ വെച്ച് അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ്? അപ്പോൾ ഓരോരുത്തരും പറയാൻ തുടങ്ങിയതൊന്നും കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിലല്ല. പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം 5 കൊല്ലം മുമ്പ് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പോയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ഒരാളായിരുന്നു. ഞങ്ങളിതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. വേറൊരു DYFIക്കാരുണ്ട്, അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പും ഇല്ല, ഇപ്പോൾ സംഘടനാ രംഗത്തുമില്ല. ബാക്കി മുഴുവൻ പറഞ്ഞത് നിങ്ങൾക്കറിയുന്നത് പോലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന വിഭാഗമാണ്. പിന്നെ ജമാഅത്ത് ഇസ്ലാമും SDPIയും അവർ പേര് വെളിപ്പെടുത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ പിന്തുണയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചന എന്താ? വർഗീയവാദത്തിൻ്റെ 2 ഭാഗങ്ങളുണ്ട് കേരളത്തിൽ. ഒന്ന് ഹിന്ദു വർഗീയതയാണ്, ഭൂരിപക്ഷ വർഗീയത. ഏറ്റവും ആദ്യം എതിർക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു തന്നെ, സംശയമില്ല. മറുഭാഗത്ത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതൽ രൂപപ്പെട്ടു വന്ന UDFൻ്റെ ഭാഗമായിട്ട് ലീഗും കോൺഗ്രസും ഒപ്പം ജമാഅത്ത് ഇസ്ലാമും അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്ന SDPIയും ചേർന്ന് ഒരു കൂട്ടുമുന്നണിയാണ് CPIഎമ്മിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പരാജയപ്പെടുത്താൻ കേരളത്തിൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഐക്യമുന്നണി. ആ ഐക്യമുന്നണി തന്നെയാണ് അൻവറിന് വേണ്ടി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. അൻവറിന് അതിനുശേഷം കോഴിക്കോട് ഇന്നലെ വലിയ പരിപാടി എന്ന് പറഞ്ഞിട്ട് കൊട്ടിഘോഷിച്ച് നിലമ്പൂർ അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ വെച്ചതുപോലെ തന്നെ ഒരു പരിപാടിയായിട്ട് മാറുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഇപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ സഖാക്കൾ കണക്ക് നോക്കിയിട്ടുണ്ട്. 300 കുറവായ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നു. അതിൽ കമ്മ്യൂണിസ്റ്റുകാരോ ഇടതുപക്ഷക്കാരോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ പരിപാടി വെച്ചത്. ഇന്നിപ്പോഴും തൊണ്ടക്കിനി ശരിയില്ല, അതുകൊണ്ട് 2 ദിവസത്തെ പരിപാടി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുമെതിരായി ആരൊക്കെ കൊമ്പ് കുലുക്കി മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ടോ അതിനെ മുഴുവൻ അതിജീവിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിലുള്ള പാർട്ടി കേഡർമാരും നേതാക്കന്മാരുമല്ല. അതിനെ അഭിമുഖീകരിച്ചത് കേരളത്തിലെ സാമാന്യ ജനതയാണ്. പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തിയ എല്ലാ സന്ദർഭത്തിലും അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മുന്നോട്ടേക്ക് വന്ന ജനത, സാധാരണക്കാരായ ആളുകൾ, അവർക്കൊന്നും നേടാനില്ല. ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ തണലിൽ വളർന്നു വന്ന ഒരു ജനതയാണ്.
ഇടതുപക്ഷ ആഭിമുഖ്യത്തോടുകൂടി മുന്നോട്ടേക്ക് വരുന്ന ആ ജനത, ആ ബാലവൃദ്ധം, അവരാണ് ഇതിനെല്ലാം പ്രതിരോധിച്ചത്. മുമ്പ് പോലെ ഇനിയും അങ്ങനെ തന്നെയാണ്. ആ പ്രതിരോധം തുടർന്ന് മുമ്പോട്ടേക്ക് പോകാൻ നമുക്കാവണം. അതിന് ഊർജം തരുന്ന, അതിൻ്റെ ഊർജ്ജ സ്രോതസ്സായ ഒരു കേന്ദ്രം തന്നെയാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാ അർത്ഥത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായിട്ട് വരുന്ന കടന്നാക്രമത്തെ ജനങ്ങളാകെ അണിചേർന്ന് പാർട്ടിയാകെ ഒറ്റക്കെട്ടായി അതിനെ അഭിമുഖീകരിക്കും. അതിനെതിർത്ത് പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അതിൻ്റെ ഭാഗമായുള്ള ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് തരത്തിലുള്ള വർഗീയ നിലപാടുകളെയും, ഒന്ന് ഭൂരിപക്ഷ വർഗീയതയും മറ്റൊന്ന് ന്യൂനപക്ഷ വർഗീയതയെയും, രണ്ടിനെയും എതിർത്തുകൊണ്ടല്ലാതെ കേരളത്തിൽ മതനിരപേക്ഷത എന്ന ആശയത്തെ ശരിയായ രീതിയിൽ ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ടേക്ക് പോകാൻ നമുക്ക് വേറെ വഴിയില്ല. ഈ രണ്ടും കൃത്യമായ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാൻ നമുക്കാവണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ നമ്മുടെ സ്മരണ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു സ്മരണ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ വളരെ ചെറിയ കുട്ടികളായി മുതിർന്ന ആ ഒരു അവസ്ഥ വരുന്ന സന്ദർഭത്തിൽ ഞങ്ങളെല്ലാം KSYFൻ്റെ പ്രവർത്തകരായിരിക്കുമ്പോഴാണ് സഖാവ് ജയരാജൻ പറഞ്ഞതുപോലെ KSYFൻ്റെ പ്രവർത്തകരായിരിക്കുമ്പോൾ SFIയുടെ പ്രവർത്തകർ എന്ന രീതിയിൽ, അതിന് നേതാവെന്ന രീതിയിൽ കോടിയേരിയുമായിട്ടുള്ള ബന്ധം, പിന്നീട് DYFI രൂപീകരണത്തോടുകൂടി സഖാവ് DYFIയുടെ സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് എന്ന രീതിയിലുള്ള പരസ്പര ബന്ധം, അങ്ങനെ സർവതല സ്പർശിയായ മേഖലയിൽ കോടിയേരിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ പ്രവർത്തിച്ച് വന്നത്. ഇന്നലെ സഖാവ് പുഷ്പൻ നമ്മെ വിട്ടുപിരിഞ്ഞു. പിരിഞ്ഞാന്ന് ഇന്നലെ അതിൻ്റെ ശവസംസ്കാര ചടങ്ങായിരുന്നു. പുഷ്പൻ ഉൾപ്പെടെയുള്ള സഖാക്കൾക്ക് പരിക്ക് പറ്റി തലശ്ശേരി ആശുപത്രിയിൽ കിടക്കുമ്പോഴും ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുകയാണ്. കണ്ണൂർ AKG സെൻ്ററിൽ നിന്ന് ചേച്ചിക്കാണാൻ മന്ദിരത്തിൽ നിന്ന് ഞങ്ങൾ മെല്ലെ അപ്പോൾ തന്നെ വിവരം കിട്ടിയ ആ നിമിഷം തന്നെ തലശ്ശേരിയിലേക്ക് പോവുകയാണ്. സഖാവ് കോടിയേരി ഉൾപ്പെടെയുള്ള അന്ന് സെൻ്ററിലുണ്ടായിരുന്ന ഞങ്ങളെല്ലാം അവിടെ പോയി. അപ്പോഴേക്ക് 5 സഖാക്കൾ വെടിയേറ്റ് മരിച്ചിരിക്കുന്നു എന്ന് കണ്ടു. ആശുപത്രിയിൽ കിടക്കുന്ന സഖാക്കളെ മുഴുവൻ അവിടെ കൂട്ടായിട്ട് കടത്തിയിരിക്കുകയാണ്. ആശുപത്രിയുടെ ബെഡിലേക്ക് തന്നെ പോയിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ദുരന്തത്തിൻ്റെ മുന്നിൽ സഖാവ് കോടിയേരി പതറാതെ ഞങ്ങളെല്ലാം ആത്മധൈര്യം തന്ന് മുന്നോട്ടേക്ക് നയിച്ച ആ രംഗം ഇന്നലത്തെ പോലെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും 30 വർഷം മുമ്പുള്ള ആ കാഴ്ചയുണ്ട്. തലശ്ശേരി ആശുപത്രിയിലേക്ക് പോയ ഘട്ടം. അങ്ങനെ ഏത് സന്ദർഭത്തിലും, എല്ലാ സന്ദർഭത്തിലും ഞങ്ങളെല്ലാം ഒന്നിച്ച്, സഖാവ് ജയരാജനും ഞങ്ങളെല്ലാം DYFയുടെയും അതിനു മുമ്പ് KSYFൻ്റെയും പ്രവർത്തകരായിരിക്കുമ്പോൾ തുടങ്ങിയ ആ ബന്ധം അവസാന നിമിഷം വരെ തുടർന്ന് പോയിട്ടുണ്ട്. സഖാവ് കോടിയേരിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുമ്പോൾ നമുക്കുണ്ടായ നഷ്ടം നമുക്കെല്ലാം കൂട്ടായിട്ട് നികത്താൻ ശ്രമിക്കാം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഖാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒന്നുകൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.